ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് അഷ്റഫ് ഖാൻ്റെ ഫാമിലാണ്. നമുക്ക് ആ കരുത്തന്മാരായ കാളക്കുട്ടന്മാരെ ഒന്ന് പരിചയപ്പെടാം. ഇതിപ്പോൾ 6 വർഷമായിട്ട് ഞാൻ ഈ കന്ന് വളർത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ കാര്യമായിട്ട് വേറെ വളർത്തൽ മാത്രമേ ഉള്ളൂ. പിന്നെ കൂട്ടിന്, അതായത് കാളക്കൂട്ടിൻ്റെ ആവശ്യമായി വന്നിട്ട് വളർത്തും. അല്ലാതെ നമ്മൾ കച്ചവട വളർത്തൽ, വിൽപ്പന, അറവിൻ്റെ വളർത്തൽ അങ്ങനെ നമ്മൾ കാളക്കൂട്ടിൻ്റെ ആവശ്യം മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു 10 ലക്ഷങ്ങൾ വില വരുന്ന കന്നുകളാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ കപ്പെടുക്കുന്ന കന്നുകളാണ് നിൽക്കുന്നത്, 2 കൊടുക്കുന്ന കന്നുകളാണ് നിൽക്കുന്നത്. 2 കുറച്ച് പേര് കപ്പെടുക്കാത്തതാണ്, പുതിയ കന്നുകളെ കൊടുക്കുന്നതാണ്. ബാക്കിയുള്ള കന്നുകളൊക്കെ 2 ജോഡി കന്ന് കപ്പെടുക്കുന്ന കന്നുകളാണ്. അതെ, 5 വർഷം 6 വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ചിലവൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഭക്ഷണമൊക്കെ ഇങ്ങനെ? ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് കൊടുക്കുന്നത് ഞങ്ങൾ മുതല, ഒരു ദിവസം ഒരു മൂരി 2 കിലോ വെച്ച് മുതല കൊടുക്കുന്നുണ്ട്. ഒരു കാളപ്പ് ഒരു മൂരി 2 കിലോ, ഒന്ന് കാളി ഒന്ന് മൂരിയായിരിക്കും. ഈ മത്സരത്തിന് കൊണ്ടുപോകുമ്പോൾ ഒന്ന് മൂരി ഒന്ന് കാളാം, അതായത് ഒന്ന് കട്ട് ചെയ്യാത്തത് ഒന്ന് കട്ട് ചെയ്തതായിരിക്കും, തരി കട്ട് ചെയ്ത് അങ്ങനെ ഒരു വിഷയം തന്നെയാണ്. അങ്ങനെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ലെവല്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിർത്തിയിട്ടുള്ളത്. ഇതിലിപ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് മുതല കൊടുക്കും, പിന്നെ വൈക്കോല് കൊടുക്കും, പിന്നെ മരുന്നുകളൊക്കെ കൊടുക്കും. അതായത് പച്ചമരുന്നുകൾ കുറേ കൊടുക്കും, ആശ്രമങ്ങൾ, അരിഷ്ടങ്ങൾ, കഷായങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കും. പിന്നെ ആഴ്ചയിൽ ഈ കൂട്ട് കഴിഞ്ഞാൽ 15 ദിവസം കൂടുമ്പോൾ 15 ദിവസം കൂടുമ്പോഴാണ് കൂട്ടുണ്ടാവുക. ആ കൂട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അന്ന് ചെറിയ കോഴിക്കുട്ടികൾ 2 ഉണ്ടാവും കഴിക്കാൻ. പിന്നീട് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവും കഴിക്കാൻ. പിന്നീട് ഇങ്ങനെ എക്സ്പീരിയൻസ് ആകുമ്പോൾ വാങ്ങിയിട്ട് കഴിക്കുവാറുണ്ട്. അങ്ങനെയാണ് ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ചെയ്യുന്നത്.